ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് അമീൻ സാറാണ്. കുറേ കാലമായി എൻ്റെ മക്കളെ കണ്ടിട്ട്. എന്താടാ, എക്സാമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരുപാട് ആൾക്കാർ പ്രിപ്പറേഷനിലായിരിക്കും. പക്ഷേ ഒരുപാട് ആൾക്കാർ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്. മക്കളെ, നിങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഒരു പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെ, പഠിക്കാനൊരു ആവേശം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അറിയാം, ഒരു 34 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിലേക്ക് പോവാണ്. നിങ്ങളുടെ 16 കൊല്ലത്തെ നിങ്ങളുടെ ആദ്യത്തെ ഒരു പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. ഈ എക്സാമിനേഷന് ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും. എക്സാമൊക്കെ എന്തോ ആവട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മെയ് 4-ാം തീയതി അല്ലെങ്കിൽ ഒരു മെയ് 2-ാം തീയതി ഉണ്ട് ഈ റിസൾട്ട് വരുന്ന ദിവസം. ആ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സുപ്രധാനമായ ദിവസമാണ്. കാരണം അന്ന് രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊരു ഓർമ്മ ഉണ്ടാവും, ഇന്നാണല്ലോ എൻ്റെ SSLC റിസൾട്ട്, എന്താവും എന്നുള്ളതൊക്കെ ഒരു ഓർമ്മയിൽ വരും. ഒരു 11 മണിക്ക് നിങ്ങളെ മനസ്സിലൊരു പേടി തുടങ്ങും. ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് വരാനായി, എന്തായിരിക്കും റിസൾട്ട്? ആ സമയത്തേക്കും യഥാർത്ഥ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം നിങ്ങളെ മൈൻഡിലേക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു 2 മണി 2:30 ആകുമ്പം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് നമ്മളെ ക്യാബിനിൽ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കും. ഈ വർഷം ഇത്ര A+ ആണ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ആ സമയം നിങ്ങളൊക്കെ കേൾക്കിട്ടോ. ഇതുവരെ വാർത്ത കേൾക്കാത്ത മക്കൾ വരെ അന്ന് വാർത്ത എടുത്തിട്ട് നിങ്ങൾ കേൾക്കും, എന്താണ് റിസൾട്ട്, എപ്പോഴാണ് റിസൾട്ട് എന്ന് വരിക എന്നുള്ളത്. ഒരു 2:30 കഴിഞ്ഞ് ഒരു 3:30 പറഞ്ഞ സമയമുണ്ട്. നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ സൈറ്റിലേക്ക് ഏകദേശം വന്നൊരു സമയം. നമ്മൾ എന്ത് ചെയ്യുക അറിയോ? നമ്മളെ ഫ്രണ്ട് പറഞ്ഞിട്ടോ, എടാ റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. നേരെ ഫോൺ എടുക്കുന്നു, www.slc.in അടിക്കുന്നു. നിങ്ങൾ ഇൻ്റർഫേസിലേക്ക് വരുമ്പം നിങ്ങൾ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കുന്നു. നിങ്ങൾ റോൾ നമ്പർ അടിച്ചെടുക്കുന്നു, 306 850, ഡേറ്റ് ഓഫ് ബർത്ത് 0204 2006 എന്നോ 2008 എന്നോ അടിച്ചിട്ട് ഒരു സബ്മിറ്റ് ബട്ടൺ നിൽക്കുന്നുണ്ട്. ആ 16 കൊല്ലത്തെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സബ്മിറ്റ് നിൽക്കുമ്പോൾ ഒരു ബഫറിങ് ഉണ്ടാവും മക്കളെ. ഇതുവരെയുള്ള റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങളുടെ മനസ്സിൽ ഇത്രത്തോളം, എന്താ പറയുക, എന്താണ് ആ സമയത്ത് നടക്കുന്നത് പോലും മനസ്സിലാവാത്ത സമയം. റിസൾട്ട് വരും. ആദ്യം മലയാളം ഫസ്റ്റ് കാണാം, അതിന് A+, പിന്നെ മലയാളം സെക്കൻഡിന് A+, പിന്നെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ A+, അവസാനത്തെ സബ്ജക്റ്റിന് വരെ A+ കിട്ടുമ്പോൾ നേരെ എഴുന്നേറ്റിട്ട് അമ്മ എനിക്ക് ഫുൾ A+ ആണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അമ്മ വന്ന് കെട്ടിപ്പിടിച്ച് തരുന്നൊരു ഉമ്മയുണ്ട് മക്കളെ. ഭയങ്കര സന്തോഷമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അനിയത്തിക്ക് കിട്ടിയിട്ടുള്ള സന്തോഷം. അത് കഴിഞ്ഞിട്ട് നേരെ അമ്മ പോയിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കുക, എൻ്റെ പൊന്നുവിന് അല്ലെങ്കിൽ എൻ്റെ റീനുവിന് അല്ലെങ്കിൽ എൻ്റെ മാളുവിന് ഫുൾ A+ ആണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും, എൻ്റെ മകൾക്ക് ഫുൾ A+ ആണെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നത്. ഇത് ഭയങ്കര സംഭവം മക്കളെ. ഇത് ഫുൾ A+ കിട്ടിയ കുട്ടികളെ കഥ. ഇതേ സമയത്ത് നിങ്ങൾ ആലോചിക്കാട്ടോ, ഈ 34 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അലമ്പ് കളിക്കാൻ പറ്റും. കാരണം ഫോൺ തരുന്നുണ്ട്, അത്യാവശ്യത്തിന് രാത്രിയൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നുണ്ട്, പക്ഷെ പഠിക്കുന്നില്ല. ഇങ്ങനെ കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് മക്കളെ. നിങ്ങൾ അതിലുള്ളവരാണോ? ഇപ്പം നമുക്ക് പറ്റിക്കാം, അമ്മയെ പറ്റിക്കാം, ഞാൻ പഠിക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞ് പറ്റിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ അന്നത്തെ ദിവസം നിങ്ങൾ റിസൾട്ട് വരുന്ന സമയത്ത് ആദ്യത്തേന് A+ ഉണ്ടാവും, രണ്ടാമത്തെ എത്തിയപ്പോൾ B+, അങ്ങനെ നോക്കുമ്പോൾ ആ 4 A+, 3 B+, 2 C+ ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ റിസൾട്ട് പറയും അമ്മനോട്. അമ്മ വേറൊന്നും പറയില്ല കേട്ടോ, നിങ്ങൾ ചൂടാവുന്നില്ല. അമ്മ പറയാൻ എന്താ അറിയോ? അമ്മ അച്ഛനായാലും മോനെ ഷാറായിട്ടോ എന്ന് പറയാം. പക്ഷേ ആ അമ്മൻ്റെ മനസ്സ് അല്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സ് പൊട്ടിയിട്ടായിരിക്കും പറയുന്നത്. കാരണം ആ അമ്മയും അച്ഛനും 16 കൊല്ലമായിട്ട് മക്കളെ റിസൾട്ട് ഇതുവരെ ഒരു പൈസ പോലും നിങ്ങൾ ചോദിച്ചില്ല. ഇത്രയും കൊല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും കൊല്ലം പോറ്റിയ സമയത്ത്, ഇത്രയും കൊല്ലം നിങ്ങളെ വളർത്തിയ സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ ഒരു ദിവസം 200 രൂപ താ, ഒരു 300 രൂപ താ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വാങ്ങി തന്ന അച്ഛനും അമ്മയാണ്. മക്കളെ, ഞാൻ പറഞ്ഞത് 2 ജീവിതാനുഭവങ്ങളാണ്. ഈ 2 ജീവിതത്തിൽ ഏത് വേണം എൻ്റെ മക്കൾക്ക്? 34 ദിവസം എൻ്റെ മക്കളുടെ മുന്നിലുണ്ട്. കിട്ടുവടാ, ഈ 34 ദിവസം മതി. നിങ്ങളുടെ പാരൻസിന് നിങ്ങളൊരു വില കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഞങ്ങളെ ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ 34 ദിവസം മാത്രം മതി എൻ്റെ മക്കൾക്ക് A+ കിട്ടാൻ. കിട്ടും മക്കളെ. വേറൊരു കാര്യം ഞാൻ പറയട്ടെ മക്കളെ, 10ാം ക്ലാസ് തോറ്റവനും 10ാം ക്ലാസ്സിൽ 9 A+ കിട്ടിയവനും ഒരേ സങ്കടമായിരിക്കും. ചിലപ്പോൾ 1-2 മാർക്കിനായിരിക്കും പോയിട്ടുണ്ടാവുക. നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ എല്ലാ മക്കളും പ്രശ്നം എന്താ അറിയോ? സാർ പഠിക്കുന്നുണ്ട്, മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നായിരിക്കും. പക്ഷെ എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് പഠിക്ക്. നിങ്ങൾ പഠിക്കാൻ തന്നെ നല്ലൊരു ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, എൻഡ് ഗെയിം എന്ന് പറഞ്ഞ ബാച്ച്. നിങ്ങൾക്കറിയാം,
ആദ്യം മുതൽ ക്ലാസ് തരുന്ന ബാച്ചാണ്. മക്കൾ പറ്റുവാണെങ്കിൽ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യും. ഒരുപാട് മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ സാധിക്കുന്നുണ്ട്. സോ മക്കളെ, ഈ 34 ദിവസം ഉമ്മക്ക് അടിപൊളിയാക്കണം. ഇത് കഴിഞ്ഞിട്ട് മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ആ ഉമ്മ പറഞ്ഞ ആ അമ്മ പറഞ്ഞ് ആ അമ്മൻ്റെ സന്തോഷം നമുക്ക് കാണിച്ചെടുക്കണടാ. നമുക്ക് സാധിക്കും. SSLC ആണ്, നമുക്ക് അടിപൊളിയാക്കാം. നിങ്ങളെ കൂടെ എന്നും സൈലമുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണോ ആ രീതിയിൽ എല്ലാ കാര്യമായിട്ട് ഞാനുണ്ട്, ഷാഹിദ് സാർ ഉണ്ട്, AD സാർ ഉണ്ട്, മിഥില മിസ് ഉണ്ട്, പ്രിട്ടി മിസ് ഉണ്ട്. എല്ലാവരും നിങ്ങളെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ഞങ്ങൾ എന്ത് ചെയ്യും, മുന്നിലുണ്ടാവും. നിങ്ങൾ ഒരുങ്ങിയാൽ മതി. സമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മക്കളെ, ഒരുമിച്ച് പഠിക്കല്ലടാ, നമുക്ക് അടിപൊളിയാക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ മാത്രം വന്നാൽ മതി. സോ നമുക്ക് അടിപൊളിയാക്കാം. SSLC നമുക്ക് തന്നെ ഫുൾ A+ കിട്ടും, ഉറപ്പിക്കാം.